മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഇവർക്കുണ്ടായത് എന്നുള്ള കാര്യങ്ങളടക്കം ഇനിയിപ്പോൾ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്, കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. സജു, ഈ ചെങ്കോട്ട പരിസരം എന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. എപ്പോഴും പോലീസ് പെട്രോളിംഗും ഒക്കെ ആ പരിസരത്തൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം വലിയ രീതിയിൽ പരിശോധനകളും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധനകളും, ഇന്നലെ ഫരീദാബാദിലെ സംഭവം പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ആ തലത്തിലേക്ക് ഒരു അന്വേഷണം പോകുന്നുണ്ടോ? അനീഷ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത്. പ്രത്യേകിച്ച് രാജ്യത്തെ തന്നെ അതായത് സ്വാതന്ത്ര്യദിനത്തിന് നമ്മൾ ചെങ്കോട്ടയിലാണ് ഇന്ത്യൻ പതാക ഉയർത്തുന്നത്. അത്തരത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഈ സ്ഫോടനം ഉണ്ടായത് 6:55 സ്ഫോടനം ഉണ്ടാകുന്നു. 7:20 ഫോറൻസിക് വിദഗ്ധരും പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും അടക്കം ഇവിടെ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളൊക്കെയും ശേഖരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. അത്തരത്തിൽ എന്തെങ്കിലും അവ്യക്തത ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്, അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ ലഭ്യമാക്കാൻ, നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. 10 പേർ അല്ലെങ്കിൽ 8 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ പേരുടെ മരണങ്ങളുണ്ട് എന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വന്ന സാഹചര്യത്തിൽ അതൊരു വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. എന്തായാലും UAPA ചുമത്തിയുള്ള അന്വേഷണം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും സംഘടനകൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഭാഗങ്ങൾക്കോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ളതിലടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തേണ്ടത് പോലീസും അന്വേഷണ സംഘങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ്. അവർ ഇതിൽ എന്തായാലും ഒരു വ്യക്തത നൽകുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ആക്രമണ പരമ്പര തന്നെയായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ഓഫീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓഫീസ് വിട്ടു വരുന്ന ജനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഈ ചെങ്കോട്ട പരിസരം കാണാനെത്തുന്ന സന്ദർശകരുണ്ട്, മാർക്കറ്റിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു ജനത്തിരക്കുള്ള ഒരു മേഖലയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വലിയ ഒരു സ്ഫോടനത്തിൽ നിരവധി പേർ മരിക്കേണ്ടതായിരുന്നു. എന്തായാലും വലിയ ഒരു അപകടം ഒഴിവായെങ്കിലും 8 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ അല്ലെങ്കിൽ എന്ത് ഉദ്ദേശമായിരുന്നു ഇവർക്കുള്ളത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാഹനം വാങ്ങിയത് ഒരു പുൽവാമ സ്വദേശിയാണ്. ഇയാൾ കഴിഞ്ഞ മാസമാണ് ഈ വാഹനം വാങ്ങിയത്. ആ വാഹനം എന്ന് വിറ്റു അല്ലെങ്കിൽ എന്നാണ് വാങ്ങിയത് എന്നുള്ളതിന് ഡേറ്റ് അടക്കം ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ആദ്യം വന്നത് ഹരിയാന സ്വദേശി ഒരാളായിരുന്നു ഈ വാഹനം വാങ്ങിയതെന്നായിരുന്നു. പക്ഷേ കൂടുതൽ വ്യക്തത വരുന്നത് ഇന്നലെ തന്നെ വ്യക്തത വന്നിരുന്നു. പുൽവാമ സ്വദേശിക്ക് ഈ വാഹനം അദ്ദേഹം വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വാഹനം പുൽവാമ സ്വദേശി എന്ന് വാങ്ങി എന്നുള്ളതാണ് ഇനിയിപ്പോൾ വ്യക്തത വരുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടിയുള്ള വിവിധ ഏജൻസികളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കം ചുമത്തി കേസെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇതിൽ മറ്റേതെങ്കിലും സംഘടനകൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളും അന്വേഷിക്കുന്നത്. അനീഷ്.